തൃക്കൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലായിരുന്നു LDF സ്ഥാനാർത്ഥി കെ രാമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA കക്ഷി രാഷ്ട്രീയ മതവ്യത്യാസമില്ലാതെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പ്രതിനിധിയാണെന്നും മുഴുവൻ പേരെയും ചേർത്തുപിടിച്ച് മുന്നോട്ടു പോകുന്നതാണ് തന്റെ ശൈലിയെന്നും കെ രാമചന്ദ്രൻ പറഞ്ഞു. കേരളം കാത്തിരിക്കുന്ന ജനവിധിക്ക് ഇനി 15 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വോട്ടുറപ്പിക്കാനുള്ള വേഗപ്പാച്ചിലിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. പുതുക്കാട് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ രാമചന്ദ്രൻ MLA ഇപ്പോൾ ഇന്ന് തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് വോട്ടർമാരെ കാണാൻ എത്തിയത്. കെ രാമചന്ദ്രനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ വലിയ പ്രചരണ തിരക്കിലാണ് മൂന്ന് മുന്നണികളും. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ഓരോ വോട്ടർമാരെ എടുത്ത് ചെല്ലുമ്പോൾ ഒരു സിറ്റിംഗ് MLA എന്ന നിലയ്ക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വളരെ നല്ല സ്വീകാര്യതയാണല്ലോ നിലവിലുള്ളത്. ആ ഒരു പ്രതികരണം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. ഇന്ന് രാവിലെ ആമ്പല്ലൂരിൽ നിന്ന് ഇന്ന് രാവിലെ ഇറങ്ങിയത് ഞാൻ കളിച്ചു വളർന്ന അളകപ്പനഗർ പഴയ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ്. ഗ്രൗണ്ടിലെ കായിക താരങ്ങളോടൊപ്പം കുറച്ചു നേരം ആ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഓടി. പിന്നെ ആമ്പല്ലൂർ സെൻറ്ററിൽ നിന്ന് കരുവാപ്പടി വരെ നടക്കുകയാണ് ചെയ്തത്. ഇവിടെ കുറച്ച് കായിക താരങ്ങളോടൊപ്പം പൊതുപ്രവർത്തകരോട് നടക്കുക ചെയ്തത്. ഇന്നലെ ഇവിടെയാണ് തൃക്കൂർ മേഖലയിലാണ് നടന്നത്. എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീറ്റ് നടക്കുന്ന ഒരാളാണ്. ആ നടത്തം ഇപ്പോൾ ഓരോ പ്രദേശത്തേക്ക് മാറ്റിക്കുകയാണ്. ആ പ്രദേശത്തെ നടത്തക്കാരോട് കൂടെ നടക്കുകയാണ്. ഇന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്ററോളം നടന്നു. അത് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഇവിടെ ഇന്നത്തെ പൊതുവായ ആദ്യത്തെ ഒരു പരിപാടി ഇവിടെ മതിക്കുന്ന് ക്ഷേത്രത്തിലെ അതിൻ്റെ കമ്മിറ്റി ഓഫീസ് സന്ദർശിക്കുക, അതിൻ്റെ ഭാരവാഹികളെ സന്ദർശിക്കുക, ഇവിടെ വരുന്ന ഭക്തജനങ്ങളെയും മറ്റുമൊക്കെ കാണുക, അവരുടെ കൂടെ നിൽക്കുക എന്നതിലാണ് ഇന്നത്തെ ദിവസം ആദ്യം നമ്മൾ പ്രയോജനപ്പെടുത്തിയത്. അതിൻ്റെ ഭാഗമായാണ് അവിടെ എത്തിയത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. നേരത്തെ രവീന്ദ്രമാഷ് മത്സരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരാളെന്ന് നൽകി ഈ ചൂടിനെയൊക്കെ അവഗണിച്ച് ഈ പ്രചരണത്തിന് നടക്കുമ്പോഴുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ, ഞങ്ങൾ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരാണ്. ചൂട് മാത്രമല്ല, തണുപ്പുണ്ടാവും, ചൂടുണ്ടാവും. ഏത് പ്രതികൂലമായ കാലാവസ്ഥയും അഭിമുഖീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരൻ തയ്യാറാവണം എന്നാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ കാട്ടിലൊക്കെ പോയി ഒളിച്ചിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ അത്രമാത്രം ഉണ്ട്. നമ്മൾ ചിലപ്പോൾ വേട്ടയാടാൻ വേണ്ടിയൊക്കെ വരുമ്പോൾ ഒളിച്ച് ഭീരുക്കളായിട്ടിരിക്കുകയല്ല, ശത്രുക്കൾക്ക് കീഴ്പ്പെടാൻ പാടില്ലല്ലോ. അതിനാവശ്യമായ എല്ലാ രീതിയിലുള്ള ശാരീരികമായ കരുത്തുണ്ടാവണം എന്ന് നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് പുതുക്കാട് മണ്ഡലത്തിൽ ഇത്തവണ ചില പ്രതികൂല അവസ്ഥകൾ ഉണ്ട് LDFന് എന്നാണ്. പ്രതികൂല അവസ്ഥയുള്ളത് അവർക്കാണ്. അതെന്താണെന്ന് അവർക്ക് തന്നെ അറിയാം, അവരുടെ ആളുകൾക്ക് അറിയാം. അപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഒരാളെ അധിക്ഷേപിക്കാനോ ഒന്നും ഞാൻ ഇതുവരെ തയ്യാറായിട്ടില്ല, ഞാൻ തയ്യാറാവുകയില്ല. ജനങ്ങൾക്കറിയാം. ജനങ്ങളുടെ മുമ്പിൽ ഞാൻ 5 വർഷമായിട്ട് എല്ലാ ഇടവഴിയിലൂടെ സഞ്ചരിക്കുകയും എല്ലാ ഉത്സവങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഞാൻ ഈ സ്ഥലത്തുണ്ടെങ്കിൽ എത്തിയിരിക്കും. ആ നിലയിൽ ജനങ്ങളുമായി ഇടപഴകിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. MLA ആവുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. MLA ആവും മുമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടില്ല. അങ്ങനെ ആവശ്യമില്ലാത്തോടൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് എല്ലാവരും ചെറിയൊരു പരിപാടിയാണെങ്കിൽ നമ്മൾ വിളിച്ചാൽ നമ്മൾ സമയമുണ്ടാക്കി പോകുന്നൊരവസ്ഥയാണ് ഉള്ളത്. അതൊക്കെ അനുകൂലമാവുമെന്ന് ഇത് സാധാരണക്കാരനും ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാന തലത്തിൽ വലിയ വാർത്തയാകുന്നത് ഒരു ഡീൽ വിവാദമാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡീൽ ഉണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എവിടെയും ഒരു ഡീലിൻ്റെ ആവശ്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകും. ആ രാഷ്ട്രീയം ഉയർത്തുന്ന വികസന പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ആളുകളെ കൂട്ടിച്ചേർക്കും. ഇവിടെ മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ നമ്മളൊരു കക്ഷി രാഷ്ട്രീയവും ഇതിൻ്റെ ഭാഗമായി ഒരു നിലയിലും ഇവിടെ ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഇവിടെ UDF ഭരിക്കുന്ന പഞ്ചായത്ത്. ഇവിടുത്തെ വാർഡ് മെമ്പർമാർ UDF ആണോ പഞ്ചായത്ത് UDF ആണോ എന്ന് നോക്കിയിട്ട് നല്ല ഫണ്ട് അനുവദിക്കുക. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി തന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ള വഴികൾ, പ്രധാനപ്പെട്ട പാതകൾ, എത്രയോ ഭക്തർ, അതുപോലെ ജനങ്ങൾ സഞ്ചരിക്കുന്ന റോഡുകൾ, ഏത് പാർട്ടിയുടെ പ്രതിനിധി വാർഡ് മെമ്പറാണ് നോക്കിയിട്ടല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യാറ്. അത് അവർ തന്നെ അംഗീകരിക്കുന്നതാണ്. അവർ തന്നെ എത്രയോ പ്രസംഗങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചടങ്ങുകളിലൊക്കെ അത് പറയുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുപോയിട്ടുള്ളത്. അത് ആ നിലയിൽ തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളോട് എങ്ങനെ സമീപനം സ്വീകരിച്ചാലും നമുക്കൊരു സമീപനമുണ്ട്. MLA എല്ലാവരുടെയും MLA ആണ്, ജനപ്രതിനിധി എല്ലാവരുടെയും MLA ആണ്. വികസന പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം നൽകുക, അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നവരെല്ലാവരും കൂട്ടിച്ചേർക്കുക. ഏത് പാർട്ടിയാണോ ഏത് മതവിഭാഗമാണോ എന്നൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. അതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് പുതുക്കാട് മണ്ഡലത്തിൻ്റെ വികസനം സമ്പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. LDF പ്രവർത്തകർ പറയുന്നത് 3ാം പിണറായി സർക്കാർ ഉണ്ടാവുകയും പുതുക്കാടിന് ഒരു മന്ത്രിയെ ലഭിക്കുമോ എന്നാണ്. 3ാമത് LDF സർക്കാർ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും.
മറ്റു കാര്യമൊക്കെ ആരാണ്, എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതൊക്കെ ജയിച്ചു വരുന്ന MLA-മാരിൽ നിന്ന്, ജയിച്ചു വരുന്ന ജനാധിപത്യ സംവിധാനമല്ലേ നമ്മുടെ നാട്, ജയിച്ചു വരുന്ന MLA-മാരിൽ നിന്ന് ആരൊക്കെ ആവണം, എന്തൊക്കെ ആവണം എന്ന് CPIM-ഉം LDF-ഉം കൂട്ടായി ചർച്ച ചെയ്ത് എല്ലാ പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരെയും പരിഗണിക്കുന്നത്. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് KK രാമചന്ദ്രൻ. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 5 വർഷം പുതുക്കാട് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അത് മാത്രം മതി ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം KK രാമചന്ദ്രന് നൽകുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രചരണ തന്ത്രങ്ങളുമായി, പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് KK രാമചന്ദ്രൻ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.